നമ്മുടെ ആരോഗ്യ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് ആന്റിബയോട്ടിക്കുകളാണ്. ഒരു കാലത്ത് മരണകാരണമായിരുന്ന അണുബാധകളെ ഇല്ലാതാക്കി ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകളെ രക്ഷിച്ച അത്ഭുത മരുന്നുകളാണിവ. എന്നാൽ ഇന്ന് ഈ അത്ഭുത മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതി നമ്മുടെ പൊതുജന ആരോഗ്യത്തിന് തന്നെ ഒരു വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ ആന്റിബയോട്ടിക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ആദ്യം നമുക്ക് എന്താണ് ആന്റിബയോട്ടിക്കുകൾ എന്നൊന്ന് നോക്കാം. ഇവ ബാക്ടീരിയകളെ നശിപ്പിക്കുവാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത മരുന്നുകളാണ്. ഇവ ഒരിക്കലും വൈറസുകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങളെ ചികിത്സിക്കില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് ചെറിയൊരു പനി വന്നാലോ ജലദോഷം വന്നാലോ ഉടനെ തന്നെ ഒരു ആന്റിബയോട്ടിക് വാങ്ങി കഴിക്കുക എന്നുള്ളത്. പക്ഷെ ഓർക്കേണ്ടത്, വൈറസിനെ കൊല്ലുവാൻ ആന്റിബയോട്ടിക്കിന് കഴിയില്ല. നമ്മൾ ഈ ആന്റിബയോട്ടിക്കുകൾ ആവശ്യമല്ലാതെ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ആന്റിബയോട്ടിക് പ്രതിരോധം അഥവാ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഇവിടെ മരുന്നുകൾ ദുർബലമാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ബാക്ടീരിയകൾ ശക്തരാവുകയാണ്. അതായത് ഈ ബാക്ടീരിയകൾ ഈ മരുന്നുകളെ അതിജീവിച്ച് മരുന്നുകൾക്ക് വഴങ്ങാത്ത സൂപ്പർ ബഗുകളായി മാറും. സാധാരണ അണുബാധകൾ പോലും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കാതെ വരും. ഇന്നത്തെ എളുപ്പമുള്ള ചികിത്സകൾ പോലും നാളെ അപകടകരമായ വെല്ലുവിളിയായി മാറും. ആന്റിബയോട്ടിക് പ്രതിരോധശേഷി കൂടുന്നതിന് കാരണമാകുന്ന നമ്മുടെ പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? സ്വയം ചികിത്സ, ഡോക്ടറെ കാണാതെ പഴയ കുറിപ്പടി നോക്കി മരുന്ന് വാങ്ങി കഴിക്കുന്നത്, അസുഖം കുറഞ്ഞതായി തോന്നിയ ഉടനെ മരുന്ന് നിർത്തിക്കളയുന്നത്. ഇത് ബാക്ടീരിയകളെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ മരുന്നിനെ അനുവദിക്കുന്നില്ല. മറ്റൊന്ന്, മറ്റൊരാളുടെ മരുന്ന് ഉപയോഗിക്കുന്നത്. കൂട്ടുകാർക്കോ കുടുംബാംഗങ്ങൾക്കോ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ നമ്മൾ വാങ്ങി കഴിക്കുന്നത്. ഈ ഗുരുതരമായ പ്രതിസന്ധി മറികടക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ഡോക്ടറോട് സംസാരിക്കുക. നിങ്ങൾക്ക് ഒരു ആന്റിബയോട്ടിക് ആവശ്യമുണ്ടോ എന്ന് ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കുക. നിർദ്ദേശിച്ച ഡോസ് ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ നിർദ്ദേശിച്ച സമയക്രമം പാലിച്ച് മാത്രം മരുന്ന് കഴിക്കുക. കോഴ്സ് പൂർത്തിയാക്കുക. ഡോക്ടർ എത്ര ദിവസത്തേക്കാണോ മരുന്ന് നിർദ്ദേശിച്ചത് അത്രയും ദിവസം കൃത്യമായി കഴിച്ചു തീർക്കുക. ശേഷം മരുന്ന് ഉപേക്ഷിക്കുക. ഉപയോഗശേഷം ബാക്കി വരുന്ന ആന്റിബയോട്ടിക്കുകൾ സുരക്ഷിതമായി ഒഴിവാക്കുക. ഒരിക്കലും അത് അടുത്ത തവണ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കരുത്. ആന്റിബയോട്ടിക്കുകൾ ഒരു സൗജന്യ സമ്മാനമല്ല, അത് വിലമതിക്കാനാവാത്ത ഒരു വിഭവമാണ്. അത് വിവേകപൂർവ്വം ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയുമാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ഓരോ ശരിയായ തീരുമാനവും നാളത്തെ നമ്മുടെ തലമുറയുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. നമുക്കൊരുമിച്ച് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ആന്റിബയോട്ടിക്കുകളുടെ ശക്തി നിലനിർത്താനും ആന്റിബയോട്ടിക് പ്രതിരോധത്തെ പരാജയപ്പെടുത്തുവാനും പ്രതിജ്ഞയെടുക്കാം. നന്ദി.